ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാനിവിടെ ഒരു ഓമയ്ക്ക തോരൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പനിയാണ്. അന്നേരം കഞ്ഞിയുടെ കൂടെ എന്തെങ്കിലും ഒരു തോരൻ വേണമല്ലോ. അതിനുവേണ്ടി ഓമയ്ക്ക എടുത്ത് വെച്ചിരിക്കുവാണ്. കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിനകത്ത് വെച്ച് നല്ലതുപോലെ ഉരച്ച് എടുത്തിരിക്കുവാണ്. ഇതാകുമ്പോൾ എളുപ്പം നമുക്ക് അതിൽ വെച്ച് ഉരച്ചെടുക്കാൻ പറ്റും. എന്താ നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുക. അപ്പം ഇതെങ്ങനെ തോരൻ വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രയും വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ്. പിന്നെ മുളക് പൊടി ശകലം, 4 കാന്താരിയുണ്ട്, കടുക് വറുക്കാനുള്ള കറിവേപ്പില, തേങ്ങായ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ഇനി നമുക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജാറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കാന്താരി ഇട്ട് കൊടുക്കാം, തേങ്ങായ, ജീരകം ഇടത്തില്ലേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൊണ്ടിട്ട് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓമയ്ക്കാത്തോരനാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും ഇത്. നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഒരു കളറിന് വേണ്ടിയാണ് അല്പം മുളക് പൊടി ചേർത്തത്. തോരന് ഒത്തിരി വെളുത്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നല്ലൊരു കളറും കിട്ടും. പിന്നെ കാന്താരി മുളകാണ് ഇതിന് ഏറ്റവും നല്ലത്. വെളുത്തുള്ളി ചതയ്ക്കുന്നത് നല്ലൊരു ടേസ്റ്റ്, ക്യാബേജ് തോരൻ്റെ ടേസ്റ്റ് കിട്ടും ഇതിന്. അപ്പം നമുക്കിനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കടായി അടുപ്പ് വെച്ച് തീ കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയൊക്കെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാൻ. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരല്പം അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകിന് പകരം അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചെമ്പാവരിയാണ്. ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പം നമ്മുടെ അരിയൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കും. അപ്പം അതൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് ഒരു ആവി ഏറിയാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, വെള്ളം ഒട്ടും ഒഴിക്കണ്ട. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് തീ ഇട്ടിരിക്കുകയാണ്. സിമ്മിലാണ് തീ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ തന്നെ ഉള്ള വെള്ളത്തിൽ ഇത് വെന്ത് കിട്ടും. ഒരു ആവി കയറുന്ന താമസമേ ഉള്ളൂ. അല്ല നമ്മൾ ചീനിച്ചട്ടിയിലാണെങ്കിൽ ഒരു ശകലം കൈവെള്ളം ഒഴിക്കാം. ഇത് ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായതുകൊണ്ട് ഒട്ടും വെള്ളം വേണ്ട. നമ്മൾ ആ ഞെരിടുമ്പോൾ തന്നെ ഇതിനകത്തുനിന്നൊരു വെള്ളം ഇറങ്ങുന്നുണ്ട്. അതിലിരുന്ന് വെന്തോളും. ഇനി നമുക്ക് അടച്ച് വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ തോരനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളമില്ലല്ലോ, നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇതിൽ നിന്നുമുള്ള വെള്ളത്തിൽ നിന്നാണ് ഇത് വെന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ, രുചികരമായ, ഗുണമുള്ളതായ ഓമയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഇപ്പം നമ്മുടെ ഓമയ്ക്ക തോരൻ ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.